ഹായ് ഓൾ. SCRT ഭരണഘടന കംപ്ലീറ്റിംഗ് ചലഞ്ചിലെ സെക്കൻഡ് ഡേ ആണിന്ന്. നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ 6ാം ക്ലാസ്സിലെ 10ാമത്തെ പാഠഭാഗം ജനാധിപത്യവും അവകാശങ്ങളും. ഒരു കുറിപ്പോട് കൂടിയാണ് ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത്. നെൽസൺ മണ്ടേലയുടെ ഒരു കുറിപ്പാണ്. രാജ്യത്തെ എല്ലാ മേൽക്കോയ്മകളും എതിരായിട്ടാണ് ഞാൻ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. സ്വാതന്ത്ര്യവും ജനാധിപത്യവും സഹവർത്തിത്വവും സമത്വവുമുള്ള ഒരു രാഷ്ട്രത്തിനു വേണ്ടിയാണ് ഞാൻ പടവെട്ടുന്നത്. ഇത് നേടിയെടുക്കുകയാണ് എൻ്റെ ലക്ഷ്യം. ജനാധിപത്യ വ്യവസ്ഥയിൽ നിങ്ങളും ഞങ്ങളും തുല്യരാവും. ദക്ഷിണാഫ്രിക്കയിലെ ജനാധിപത്യ വിരുദ്ധ ഭരണകൂടത്തിനെതിരെ സമരം നയിച്ച നേതാവാണ് നെൽസൺ മണ്ടേല. ദക്ഷിണാഫ്രിക്കയിലെ ജനാധിപത്യ വിരുദ്ധ ഭരണകൂടത്തിനെതിരെ സമരം നയിച്ച നേതാവാണ് നെൽസൺ മണ്ടേല. നെൽസൺ മണ്ടേലയുടെ വാക്കുകളാണ്: രാജ്യത്തെ എല്ലാ മേൽക്കോയ്മകൾക്കും എതിരായിട്ടാണ് ഞാൻ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. സ്വാതന്ത്ര്യവും ജനാധിപത്യവും സഹവർത്തിത്വവും സമത്വവുമുള്ള ഒരു രാഷ്ട്രത്തിനു വേണ്ടിയാണ് ഞാൻ പടവെട്ടുന്നത്. ഇത് നേടിയെടുക്കുകയാണ് എൻ്റെ ലക്ഷ്യം. ജനാധിപത്യ വ്യവസ്ഥയിൽ നിങ്ങളും ഞങ്ങളും തുല്യരാവും. എല്ലാവർക്കും തുല്യ പരിഗണന ലഭിക്കുന്ന ഒരു ജനാധിപത്യ വ്യവസ്ഥയാണ് അദ്ദേഹം സ്വപ്നം കണ്ടത്. ഭരണവ്യവസ്ഥയെ പ്രധാനമായും നമുക്ക് രണ്ടായി തരംതിരിക്കാം: ജനാധിപത്യ ഗവൺമെന്റും ജനാധിപത്യേതര ഗവൺമെന്റും. ജനാധിപത്യ ഗവൺമെന്റിൽ നിയമം നിർമ്മിക്കുന്നതും എല്ലാ അധികാരങ്ങളും ഗവൺമെന്റിനായിരിക്കും. എന്നാൽ ജനാധിപത്യേതര ഗവൺമെന്റിൽ ഗവൺമെന്റിന് ഒരു റൂളും ഉണ്ടായിരിക്കുകയില്ല. പിന്തുടർച്ചാവകാശം വഴിയോ രാജാധികാരം വഴിയോ അല്ലെങ്കിൽ അധികാരം വെട്ടിപ്പിടിച്ചോ ആണ് ഇവർ ഉന്നത സ്ഥാനത്തേക്ക് എത്തുന്നത്. ഇത്തരത്തിലുള്ള ഭരണരീതിയാണ് ജനാധിപത്യേതര ഗവൺമെന്റ്. പല രാജ്യങ്ങളിലും ഇന്നും ഇത് നിലനിൽക്കുന്നുണ്ട്. നെൽസൺ മണ്ടേലയെ കുറിച്ച് ഒരു കോളം കൊടുത്തിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്കോയി ഗ്രാമത്തിൽ കസോസ ഗോത്ര വിഭാഗത്തിൽ 1918 ജൂലൈ 18 ജനിച്ചു. നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്കോയി ഗ്രാമത്തിൽ കസോസ ഗോത്ര വിഭാഗത്തിൽ 1918 ജൂലൈ 18 ജനിച്ചത്. ദക്ഷിണാഫ്രിക്കയിലെ നീഗ്രോ വംശജരുടെ അവകാശ സംരക്ഷണത്തിനു വേണ്ടി പോരാടി. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര പോരാളികളായിരുന്നു അദ്ദേഹം. രാജ്യദ്രോഹ കുറ്റം ചുമത്തി തടവിലാക്കപ്പെട്ട അദ്ദേഹത്തിന് 26 വർഷവും 7 മാസവും 10 ദിവസവും ജയിലിൽ കഴിയേണ്ടി വന്നു. 1990 ഫെബ്രുവരി 11 ജയിൽ മോചിതനായ അദ്ദേഹം 1994 മെയ് 10 ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റായി. 2023 ഡിസംബർ 5 95 വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്കോയി ഗ്രാമത്തിൽ കസോസ ഗോത്രവിഭാഗക്കാരനായിരുന്നു നെൽസൺ മണ്ടേല. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര പോരാളിയായിരുന്നു അദ്ദേഹം. രാജ്യദ്രോഹ കുറ്റം ചുമത്തി തടവിലാകപ്പെട്ട അദ്ദേഹം 26 വർഷവും 7 ദിവസവും 10 ദിവസവുമാണ് ജയിലിൽ കഴിഞ്ഞത്. 26 വർഷം 7 മാസം 10 ദിവസം. 1990 ഫെബ്രുവരി 11 അദ്ദേഹം ജയിൽ മോചിതനായത്. 1994 മെയ് 10 ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റായി. 1994 മെയ് 10 നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റായത്. അന്തരിച്ചത് 2013 ഡിസംബർ 5 ഗവൺമെന്റുകളുടെ വിവിധ രൂപങ്ങളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഭൂട്ടാൻ എന്ന രാജ്യം ഭരണഘടനാപരമായ രാജവാഴ്ച നിലനിൽക്കുന്നതാണ്. ഭരണഘടനാപരമായ രാജവാഴ്ച എന്നാൽ ഭരണകൂടവും നിലനിൽക്കുന്നുണ്ട്, ഒപ്പം രാജവാഴ്ചയും നിലനിൽക്കുന്നു. രണ്ടും കൂടെ ഉള്ളതുകൊണ്ടാണ് ഭരണഘടനാപരമായ രാജവാഴ്ച എന്ന് ഭൂട്ടാനെ പറയുന്നത്. ഇന്ത്യ ജനാധിപത്യ ഭരണം. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ബ്രൂണൈ സൗത്ത് ചൈന കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ സമൂഹമാണ് ബ്രൂണൈ. അവിടെ ഇന്നും സുൽത്താൻ ഭരണമാണ് നിലനിൽക്കുന്നത്. മ്യാൻമാർ നമ്മുടെ അയൽരാജ്യമാണ്. മ്യാൻമാറിലും പട്ടാള ഭരണം. ഒന്നുകൂടെ ഓർത്തു വെക്കണം: ഭൂട്ടാൻ ഭരണപരമായ രാജവാഴ്ച, ഇന്ത്യ ജനാധിപത്യ ഭരണം, ബ്രൂണൈ സുൽത്താൻ ഭരണം, മ്യാൻമാർ പട്ടാള ഭരണം. ഇന്ത്യയിൽ ജനാധിപത്യ ഭരണക്രമമാണുള്ളത്. ജനപ്രതിനിധികൾ നടത്തുന്ന ഭരണക്രമത്തെ ജനാധിപത്യ ഗവൺമെന്റ് എന്ന് പറയുന്നു. ജനാധിപത്യ ഗവൺമെന്റുകളുടെയും ജനാധിപത്യേതര ഗവൺമെന്റുകളുടെയും സവിശേഷതകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ജനാധിപത്യ ഗവൺമെന്റ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണമാണ്. ജനപ്രതിനിധികളുടെ ഭരണമാണ് ജനാധിപത്യ ഗവൺമെന്റ്. എന്നാൽ ജനാധിപത്യേതര ഗവൺമെന്റിൽ അധികാരം പരമ്പരാഗതമായി കൈമാറുകയോ പിടിച്ചെടുക്കുകയോ ചെയ്യുന്നു. ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിയമപരമായി ഉറപ്പുവരുത്തുന്നതാണ് ജനാധിപത്യ ഗവൺമെന്റ്. ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിയമപരമായി ഉറപ്പു നൽകുന്നു. എന്നാൽ ജനാധിപത്യേതര ഗവൺമെന്റിൽ ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും പരിമിതമാണ്.
ഭരണാധികാരികളും നിയമത്തിന് വിധേയരായി പ്രവർത്തിക്കുന്നതാണ് ജനാധിപത്യ ഗവൺമെന്റിന്റെ ചട്ടക്കൂടം. ഭരണാധികാരികളും നിയമത്തിന് വിധേയരായി പ്രവർത്തിക്കുന്നത് ജനാധിപത്യ ഗവൺമെന്റിലാണ്. ജനാധിപത്യേതര ഗവൺമെന്റിൽ ഭരണാധികാരി നിയമത്തിനതീതനാണ്. കാരണം അവർ തീരുമാനിക്കുന്നതാണ് നിയമമായി നടപ്പിലാക്കുന്നത്. ജനാധിപത്യ ഗവൺമെന്റിന്റെ മേന്മകളാണ്: ജനാഭിലാഷം മാനിക്കുന്നു, വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നു, ഭരണാധികാരികളും ജനങ്ങളും ഒരേ നിയമത്തിന് വിധേയരാണ്, ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു, ജനാഭിലാഷം മാനിക്കുന്നു, വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നു, ഭരണാധികാരികളും ജനങ്ങളും ഒരേ നിയമത്തിന് വിധേയരാണ്, ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. താഴെ കുട്ടികൾക്ക് ചെയ്യാനായിട്ട് ഒരു പ്രവർത്തനം കൊടുത്തിട്ടുണ്ട്. ജനാധിപത്യേതര ഗവൺമെന്റുകൾ പരിചയപ്പെട്ടുവല്ലോ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ജനാധിപത്യവുമായി ബന്ധപ്പെട്ടതിനു നേരെ ടിക്ക് എന്ന അടയാളവും ജനാധിപത്യേതര ഗവൺമെന്റുകൾ ബന്ധപ്പെട്ടതിന് നേരെ റോങ് എന്ന അടയാളവും രേഖപ്പെടുത്തുക. കൃത്യമായ ഇടവേളകളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ജനാധിപത്യ ഗവൺമെന്റ്, അതുകൊണ്ട് റൈറ്റ് ആൻസർ. തലമുറകളായി കൈമാറുന്ന ഭരണക്രമം ജനാധിപത്യേതര ഗവൺമെന്റ്, റോങ് ആയിട്ട് മാർക്ക് ചെയ്യുക. ജനപ്രതിനിധികളുടെ ഭരണം ജനാധിപത്യ ഭരണം, ടിക്ക് മാർക്ക്. രാജാവിന്റെ അല്ലെങ്കിൽ സുൽത്താന്റെ അല്ലെങ്കിൽ പട്ടാള മേധാവിയുടെ ഭരണം ജനാധിപത്യേതര ഗവൺമെന്റ് ആണ്. വ്യക്തി സ്വാതന്ത്ര്യം നിലനിൽക്കുന്നത് ജനാധിപത്യ ഗവൺമെന്റിൽ. കോടതികൾക്ക് നിയന്ത്രണം ജനാധിപത്യേതര ഗവൺമെന്റ്. ജനാഭിപ്രായം മാനിക്കുന്നു ജനാധിപത്യ ഗവൺമെന്റ്. ജനാധിപത്യ ജീവിതത്തിൽ പൗരന്മാർക്ക് ലഭിക്കുന്ന ചില അവകാശങ്ങളെ കുറിച്ചാണ് ഇനി പഠിക്കാനുള്ളത്. പൗരന്മാർക്ക് ജനാധിപത്യ ജീവിതം സാധ്യമാകണമെങ്കിൽ പൗരാവകാശങ്ങൾ നിലനിൽക്കണം. ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നമുക്ക് ലഭ്യമായ ഏതാനും അവകാശങ്ങളിൽ ചിലത് താഴെ തന്നിരിക്കുന്നു. ജീവിക്കാനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം. എന്നാൽ ഇത്തരം സ്വാതന്ത്ര്യങ്ങളൊന്നും എല്ലാ രാജ്യത്തെ ആളുകൾക്കും ലഭിക്കുന്നില്ല. ജനാധിപത്യ രാജ്യങ്ങളിൽ മാത്രമാണ് ഇത്തരം സ്വാതന്ത്ര്യങ്ങൾ ഫലപ്രദമായി സംരക്ഷിച്ചു പോകുന്നത്. ജീവിക്കാനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം എന്നിവ ജനാധിപത്യ രാജ്യങ്ങൾക്ക് മാത്രം അവകാശപ്പെടുവാനുള്ളതാണ്. അവകാശ സംരക്ഷണത്തിന് ആവശ്യമായ നടപടികൾ എല്ലാ രാജ്യങ്ങളിലും ഗവൺമെന്റുകൾ സ്വീകരിക്കാറുണ്ട്. ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണ് അവകാശ പത്രിക. ഇത്തരം അവകാശ പത്രിക മൗലികാവകാശങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി ജനിക്കുന്നു. പദവിയിലും അവകാശത്തിലും തുല്യത പുലർത്തുന്നു. അവർ ബുദ്ധിയും മനസാക്ഷിയും കൊണ്ട് അനുഗ്രഹീതരും പരസ്പര സാഹോദര്യം പുലർത്താൻ നിർബന്ധിതരുമാണ്. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലാണിത്. ആധുനിക കാലത്ത് അവകാശങ്ങളെ പൊതുവെ മനുഷ്യാവകാശങ്ങൾ എന്ന നിലയ്ക്കാണ് വിലയിരുത്തിയിരുന്നത്. മനുഷ്യവംശത്തിലെ ഒരു അംഗം എന്ന നിലയിൽ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമായിരിക്കേണ്ട അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ. 1948 ഡിസംബർ 10 നിലവിൽ വന്ന സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ചില അവകാശങ്ങൾ നോക്കാം. 1948 ഡിസംബർ 10 സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത്. പ്രധാന ആശയങ്ങൾ: ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സംഘടനാ സ്വാതന്ത്ര്യം, തൊഴിലവസരം, സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കാനുള്ള അവകാശം. ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സംഘടനാ സ്വാതന്ത്ര്യം, തൊഴിലവകാശം, സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കാനുള്ള അവകാശം. മനുഷ്യാവകാശ സംരക്ഷണത്തിനു വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നിരവധി നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകളുടെയും രൂപീകരണം. ജീവിക്കാനുള്ള അവകാശം എന്നാൽ അന്തസ്സോടെ ജീവിതം എന്നർത്ഥമാക്കുന്നത്. ശുദ്ധവായു, ശുദ്ധജലം, മതിയായ പോഷകാഹാരം എന്നിവയൊക്കെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ സംരക്ഷണത്തിനു വേണ്ടി ദേശീയ തലത്തിൽ കൈക്കൊണ്ട പ്രധാന നടപടിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം. 1993 പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമമനുസരിച്ചാണ് കമ്മീഷൻ രൂപം നൽകിയത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങൾ ഉണ്ടാകും. റിട്ടയർ ചെയ്ത ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും കമ്മീഷന്റെ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ അടക്കം 5 അംഗങ്ങൾ ഉണ്ടായിരിക്കും. റിട്ടയർഡ് ചെയ്ത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും ചെയർമാൻ, കമ്മീഷന്റെ ചെയർമാൻ.
ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാനായത് ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ പ്രീവിയസ് ആയിട്ട് PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന ചുമതലകളാണ് മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതിയിന്മേൽ അന്വേഷണം നടത്തുക, ജയിലുകളും മറ്റും സന്ദർശിച്ച് അന്തേവാസികളുടെ ജീവിത സൗകര്യം പഠിച്ച് ശുപാർശ ചെയ്യുക, മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുക, മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പരിപോഷിപ്പിക്കുക, മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളിൽ അന്വേഷണം നടത്തുക, ജയിലുകളും മറ്റും സന്ദർശിച്ച് അന്തേവാസികളുടെ ജീവിത സൗകര്യം പഠിച്ച് ശുപാർശ നൽകുക, മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഫലപ്രദമായ നിർദ്ദേശം നൽകുക, മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പരിപോഷിപ്പിക്കുക. നെക്സ്റ്റ് പഠിക്കാനുള്ളത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾ രൂപം നൽകിയിട്ടുണ്ട്. 1998 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. ഒരു ചെയർമാനും 2 അംഗങ്ങളും അടങ്ങിയതാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതലകൾ തന്നെയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത്. മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാവുന്നതാണ്. 1998 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. ഒരു ചെയർമാനും 2 അംഗങ്ങളുമായിരുന്നു സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റേത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അതേ ചുമതലകൾ തന്നെയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലുമുള്ളത്. കുട്ടികളുടെ ഏതാനും അവകാശങ്ങളാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കുട്ടികൾ സവിശേഷമായ അവകാശങ്ങൾ ആവശ്യമാകുന്നത്? ബാല്യത്തിന്റെ ശാരീരികവും മാനസികവുമായ അവസ്ഥ കുട്ടികളെ സവിശേഷ പരിഗണന അർഹിക്കുന്നവരാക്കുന്നു. അതിനാൽ കുട്ടികളുടെ അവകാശ സംരക്ഷണം വളരെ പ്രധാനമാണ്. വിദ്യാഭ്യാസം കുട്ടികളുടെ പ്രധാന അവകാശമാണ്. 2009 പാർലമെന്റ് പാസാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം അല്ലെങ്കിൽ RTI ആക്ട് ഇത് എടുത്തു പറയുന്നു. RTI ആക്ട് 2009 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമമാണ്. 6 മുതൽ 14 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നു. പഠനാനുകൂല അന്തരീക്ഷവും അടിസ്ഥാന സൗകര്യങ്ങളും കുട്ടികളുടെ അവകാശമാണ്. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ധാരാളം നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ദേശീയ ബാലാവകാശ കമ്മീഷന്റെയും സംസ്ഥാന ബാലാവകാശ കമ്മീഷനുകളുടെയും രൂപീകരണം. കൈലാഷ് സത്യാർത്ഥി 2014 മലാലയോടൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച് ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്നു. കൈലാഷ് സത്യാർത്ഥി 2014 മലാലയോടൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച് ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്നു. മലാല യൂസഫ്സായ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി പോരാടിയ 17-ാം വയസ്സിൽ സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിച്ച വനിതയാണ് മലാല യൂസഫ്സായ്. കുട്ടികളെ പോലെ തന്നെ സ്ത്രീകളുടെ അവകാശങ്ങളും സംരക്ഷിക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കുന്നതിനും അവരുടെ ഉന്നമനത്തിനുമായി 1979 സ്ത്രീ വിവേചന ഉന്മൂലന ഉടമ്പടി ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കുകയുണ്ടായി. സ്ത്രീകൾക്കെതിരെ വിവേചനം അവസാനിപ്പിക്കുന്നതിനും അവരുടെ ഉന്നമനത്തിനുമായി 1979 സ്ത്രീ വിവേചന ഉന്മൂലന ഉടമ്പടി ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കുകയുണ്ടായി. എല്ലാ മേഖലകളിലും പുരുഷന് തുല്യമായ പരിഗണന സ്ത്രീയുടെ അവകാശമാണ്. സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനായി ദേശീയ തലത്തിൽ ദേശീയ വനിതാ കമ്മീഷനും സംസ്ഥാന തലത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷനുകളും പ്രവർത്തിക്കുന്നു. സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ, അവകാശ നിഷേധങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് പരാതികൾ കമ്മീഷന് സമർപ്പിക്കാവുന്നതാണ്. പരാതികൾ അന്വേഷിച്ച് ആവശ്യമായ നടപടികൾ കമ്മീഷൻ കൈക്കൊള്ളുന്നതാണ്. അവകാശങ്ങളും കടമകളും. ഓരോ അവകാശത്തിനും അനുസൃതമായി കടമകളും നമുക്കുണ്ട്. അത്തരത്തിലുള്ള ചില അവകാശങ്ങളും കടമകളും നോക്കാം. സ്വാതന്ത്ര്യം എൻ്റെ അവകാശമാണ്, എൻ്റെ കടമയാണ് ഞാൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം മറ്റുള്ളവർക്കും നൽകുക എന്നുള്ളത്. കുട്ടി എന്ന നിലയിൽ സംരക്ഷണം എൻ്റെ അവകാശമാണ്, എന്നെ സംരക്ഷിക്കുന്ന മാതാപിതാക്കളുടെ കടമയാണ്. വാർദ്ധക്യത്തിൽ സംരക്ഷണം മാതാപിതാക്കളുടെ അവകാശമാണ്.
വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നത് എൻ്റെ കടമയാണ്. വിദ്യാഭ്യാസം, അതിനുള്ള അടിസ്ഥാന സൗകര്യവും എൻ്റെ അവകാശമാണ്. സ്കൂൾ നിയമങ്ങൾ അനുസരിക്കുക എൻ്റെ കടമയാണ്. അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അത് പരിഹരിച്ചു കിട്ടാൻ എനിക്ക് അവകാശമുണ്ട്. രാഷ്ട്ര സേവനവും സാമൂഹ്യ സേവനവും എൻ്റെ കടമയാണ്. ഇന്ന് ഈ ചാപ്റ്ററിൽ പഠിച്ച മുഴുവൻ കാര്യങ്ങളിൽ ഒരു ചിത്രരൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഗവൺമെൻറ് രണ്ട് തരത്തിലാണ്: ജനാധിപത്യ ഗവൺമെൻറ്, ജനാധിപത്യേതര ഗവൺമെൻറ്. ജനാധിപത്യ ഗവൺമെൻറ്റിൽ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു, എന്നാൽ ജനാധിപത്യേതര ഗവൺമെൻറ്റിൽ അവകാശങ്ങൾ പരിമിതമാണ്. ജനാധിപത്യ ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമായിട്ടുള്ള പ്രധാന അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ, കുട്ടികളുടെ അവകാശങ്ങൾ, സ്ത്രീകളുടെ അവകാശങ്ങൾ എന്നിവ.